ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണല്ലോ. നമ്മളെ തേള് കടിക്കണം എന്നുള്ളതും നമുക്ക് ഇന്ന പ്രതിസന്ധി വരണം എന്നുള്ളതൊക്കെ അള്ളാഹ് തീരുമാനിച്ചു വെച്ച അള്ളാഹുവിന്റെ ഡിസിഷനാണ്. ആ ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പീൽ കൊടുത്തുകൊണ്ട് അള്ളാഹ് ഒന്ന് മാറ്റി തരും, നമ്മളൊന്ന് നടന്നു പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം, അതൊക്കെ ഒരു ഇഷ്ടമാണ്. നമ്മളിപ്പോ ഈ മനുഷ്യന്മാരോട് നമ്മളിങ്ങനെ കെഞ്ചാറില്ലേ, എടാ ഒന്ന് ചെയ്താടാന്ന് പറയുമ്പോൾ അപ്പൊ ഓർക്കൊരു അലിവ് തോന്നിയിട്ട് ഒരു ചെയ്തു തരുന്ന പോലെ അത്രയ്ക്കേ ഉള്ളൂ. അള്ളാഹ് ഒരു ലോല ഹൃദയനാണ് എന്നുള്ളതാണ് ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, സഹനവും മഹത്വവുമുള്ള അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. വലിയ സിംഹാസനത്തിന്റെ രക്ഷിതാവായ അള്ളാഹു, ആകാശഭൂമിയുടെയും മഹത്തായ അർഷിന്റെയും രക്ഷിതാവായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഇങ്ങനെ പറയുമായിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ആപൽഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അള്ളാഹുവിനൊന്ന് പൊക്കിയടിക്കാം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഈ പണ്ടത്തെ ഈ രാജാക്കന്മാരും പണ്ടുണ്ടായിരുന്ന പ്രമാണിമാരൊക്കെ അവരുടെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കെഞ്ചി നമ്മൾ അവരുടെ കാലിന്റെ കീഴിൽ നിന്നിട്ട് നമ്മൾ പറയുമല്ലോ, അങ്ങ് വലിയവനാണ്, അങ്ങിന്റെ അത്ര കഴിവുള്ള ആരും ഇല്ല, അങ്ങാണ് ഈ സിംഹാസനത്തിന്റെ നാഥൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അള്ളാഹിനെ കുറിച്ചിട്ടാണ് ഈ പറയണമെന്നുള്ളത് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കണം. വലിയ കുർഷിന്റെ അർഷിന്റെ നാഥനായ സിംഹാസനത്തിന്റെ നാഥൻ, അള്ളാഹിന്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പരിഹാസ്യമാണെന്നുള്ളത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും നമ്മൾ അള്ളാഹിനെ ഈ പറഞ്ഞ പോലെ ഒന്ന് പൊക്കിയടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപൽഘട്ടം മാറും എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ആപൽഘട്ടത്തിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അള്ളാഹിനെ ജസ്റ്റ് പൊക്കിയടിക്കുക, അപ്പൊ അള്ളാഹ് സെറ്റാക്കി തരും. ഓക്കെ.